ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്, ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 8ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഐക്കാട് സർക്കാർ ITIയിൽ സ്വീപ്പർ കം നൈറ്റ് വാച്ച്മാൻ്റെ താൽക്കാലിക ഒഴിവിലേക്ക് 7ാം ക്ലാസ് പാസ്സായ 35നും 55നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം ഓഗസ്റ്റ് 5 രാവിലെ 11 മണിക്ക് ITI കാര്യാലയത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ പ്രമാടം ഗ്രാമപഞ്ചായത്ത് VBG റാംജി പദ്ധതി നടത്തിപ്പിന് ഓവർസിയർ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ബിരുദം, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ യോഗ്യത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം സെക്രട്ടറി പ്രമാടം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഓഫീസിൽ സമർപ്പിക്കണം. അവസാന തീയതി ഓഗസ്റ്റ് 10 വൈകിട്ട് 5 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ ഡ്രൈവർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് നിവാസികളായിരിക്കണം. യോഗ്യത 7ാം ക്ലാസ്സും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസുമാണ്. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെയാണ്. സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഇളവുകൾ ബാധകമാണ്. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും മുൻപരിചയം തെളിയിക്കുന്ന രേഖ സഹിതം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി ഓഗസ്റ്റ് 7 വൈകിട്ട് 5 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണത്തിനും ഹരിതകർമ്മസേനയ്ക്കുമായി വാങ്ങിയിട്ടുള്ള ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഡ്രൈവർ കം വർക്കറായി ദിവസവേതന അടിസ്ഥാനത്തിൽ സേവനം അനുഷ്ഠിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 700 രൂപയാണ് വേതനം. ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന 4 വീലർ ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബയോഡേറ്റയും അപേക്ഷയും ഓഗസ്റ്റ് 4 വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും തൃശൂർ ഭാരതീയ ഖാദി ഗ്രാമ വ്യവസായ സഹകരണ സംഘവും സംയുക്തമായി സാമൂഹ്യനീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഏബിൾ പോയിന്റിലേക്കാണ് നിയമനം നടത്തുന്നത്. പാലക്കാട് നഗരസഭ അതിർത്തിക്കുള്ളിൽ സ്ഥിര താമസക്കാരും RPWD ആക്ട് 2016 പ്രകാരം 40% അതിൽ കൂടുതലോ ഭിന്നശേഷി ഉള്ളവരുമായ 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. SLCയും ഖാദി, കഫേ, വിൽപ്പന, കൗണ്ടർ സർവീസ് എന്നീ മേഖലകളിൽ താൽപ്പര്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. യോഗ്യരായവർ ഓഗസ്റ്റ് 4 രാവിലെ 9:30 ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഏബിൾ പോയിന്റ് ഔട്ട്ലെറ്റിൽ നടക്കുന്ന വോക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. UDID കാർഡ്, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ അസലും പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറ ഗവൺമെൻറ് ITIയിൽ ഇലക്ട്രീഷ്യൻ, പ്ലംബർ ട്രേഡുകളിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിന് ഓഗസ്റ്റ് 4 അഭിമുഖം നടത്തുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഇലക്ട്രിക്കൽ ബ്രാഞ്ചിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ 3 വർഷ ഡിപ്ലോമ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ NTCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ NSCയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ ബ്രാഞ്ചിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ 3 വർഷ ഡിപ്ലോമ അല്ലെങ്കിൽ പ്ലംബർ ട്രേഡിൽ NTCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ NSCയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് പ്ലംബർ തസ്തികയുടെ യോഗ്യത. ഇരു ട്രേഡുകളിലും ഓപ്പൺ OBC വിഭാഗങ്ങളിലായി ഓരോ വീതം ഒഴിവുകളാണുള്ളത്. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഓഗസ്റ്റ് 4 രാവിലെ 11 മണിക്ക് കൊഴിഞ്ഞാമ്പാറ ITIയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം പൂക്കോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക വ്യവസ്ഥയിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നതിന് ആഗസ്റ്റ് 7 രാവിലെ 10 മണിക്ക് പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അഭിമുഖം നടത്തും. യോഗ്യത അംഗീകൃത BPTയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുമായി അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് സ്കൂൾ കുട്ടികൾക്കായി നടപ്പാക്കുന്ന യോഗ പരിശീലനത്തിലേക്ക് 2 യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവ് വന്നിട്ടുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്നും BNYS
ബിരുദമോ തത്തുല്യ യോഗ്യതയോ അല്ലെങ്കിൽ യോഗ അസോസിയേഷൻ അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ളവരോ ആയിരിക്കണം. താല്പര്യമുള്ളവർ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളും സഹിതം ആഗസ്റ്റ് 5 രാവിലെ 10:30 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് നാഷണൽ ഹെൽത്ത് മിഷൻ NHM തിരുവനന്തപുരം ജില്ലാ ഓഫീസിന് കീഴിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് ജനറൽ ഡ്യൂട്ടി അറ്റൻഡർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. ആകെ 10 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 8ാം ക്ലാസ് പാസ്സായവർക്കാണ് അവസരം. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 2026 ഓഗസ്റ്റ് 6 വൈകിട്ട് 5 മണിക്കകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അഭിമുഖത്തിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. തസ്തിക ജനറൽ ഡ്യൂട്ടി അറ്റൻഡൻറ്റ്, ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ്, സാനിറ്ററി അറ്റൻഡൻറ്റ്, മറ്റ് സപ്പോർട്ട് സ്റ്റാഫാണ്. 10 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത 8ാം ക്ലാസ് പാസ്സാണ്. പ്രായപരിധി 2026 ജൂലൈ 1 40 വയസ്സ് കവിയരുത്. പ്രതിദിന വേതനം 450 രൂപയാണ് ലഭിക്കുന്നത്. അപേക്ഷകർ 2026 ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്കകം NHM കേരളത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഗൂഗിൾ ഫോം വഴി അപേക്ഷ സമർപ്പിക്കണം. തീയതി 2026 ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച. സമയം രാവിലെ 9 മണിയാണ്. സ്ഥലം DPM ഓഫീസ്, ഉമണ ചിൽഡ്രൻ ഹോസ്പിറ്റൽ കോമ്പൗണ്ട്, തൈക്കാട്, തിരുവനന്തപുരമാണ്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും, വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും എന്നിവ അഭിമുഖത്തിന് ഹാജരാകുമ്പോൾ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും അപേക്ഷ ഫോമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.